പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ജാവലിൻ ത്രോ കണ്ടിട്ടില്ലേ? സ്പോർട്സിലുള്ള ജാവലിൻ ത്രോ, ഷോട്ട് പുട്ട്, ഹാർമർ ത്രോ, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് ഇവരിത് ചുമ്മാ ആകാശത്തേക്ക് ഇങ്ങനെ എറിയുമല്ല, ഒരു പർട്ടിക്കുലർ ആംഗിളിലാണ് ഇത് എറിയേണ്ടത്. നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ ഒക്കെ ടീച്ചർ നമ്മളെ പഠിപ്പിച്ചു തരും. അല്ലെങ്കിൽ നമ്മളിപ്പം സൈനിക അതിർത്തിയിലൊക്കെ മിസൈൽ വർഷിക്കുന്നത്, അതുപോലെ തന്നെ പീരങ്കി ഉപയോഗിച്ച് ബുള്ളറ്റ് പോകുന്നത്, ചെറിയ മിസൈലുകൾ ഫയർ ചെയ്യുന്നത്, ഇതെല്ലാം പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ നമുക്കൊരു മാക്സിമം ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഒരു സ്ഥലത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് എവിടം വരെ എത്തിക്കാവോ അത്രയും ദൂരം എത്തിക്കാൻ പറ്റണം. പക്ഷേ ഈ മോഷൻ ഒൺലി ഗ്രാവിറ്റേഷൻ്റെ ഇൻഫ്ലുവൻസ് മാത്രമേ ഉള്ളെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പരാബോളിക് മോഷനെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് എ പരാബോളിക് മോഷൻ. That is only influenced by the gravitational force. അങ്ങനെയെങ്കിൽ ഇതിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡെറൈവ് ചെയ്തെടുക്കാനുണ്ട്, അത് വെച്ച് പ്രോബ്ലം ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ വരച്ചിരിക്കുന്നതാണ് ഞാനൊരു ജാവലിൻ ത്രോ. ഞാനൊരു സാധനമല്ല, ഒരു കല്ല് ദൂരത്തേക്ക് ഇപ്പറേ നിന്നേച്ച് ഒരു പുഴയുടെ അപ്പുറത്തോട്ട് തന്നു. നമ്മൾ കൂടുതൽ ദൂരം ആരെ എറിയുന്നതെന്ന് നോക്കും. അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഏറ്റവും കൂടുതൽ ദൂരത്തിൽ പോകണമെങ്കിൽ 45 ഡിഗ്രിയിലാണ് എറിയേണ്ടത്. അത് ഞാൻ ഇപ്പോഴേ അങ്ങ് പറഞ്ഞു തരുക. അതെല്ലാം ഇനി നമ്മൾ തെളിയിക്കാൻ പോകും. അപ്പം ഈ പരാബോളിക് മോഷനെ ഞാനൊരു എക്സ് ആക്സിസും വൈ ആക്സിസിൻ്റെയും ടേമിലോട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പോവാം. സോ ലെറ്റ് കൺസിഡർ ഈ മോഷൻസ് തുടങ്ങുന്നത് ഒരു എക്സ് കോർഡിനേറ്റിൻ്റെയും വൈ കോർഡിനേറ്റിൻ്റെയും ഒറിജിനിൽ നിന്നാണ്. കുറച്ച് വൃത്തിയായിട്ട് അങ്ങ് വരച്ചെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ ഇതിനൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് എത്ര ഡിഗ്രിയിലാണ് ഇത് ചെരിഞ്ഞു പോകുന്നതെന്ന് അറിയാൻ പറ്റും. സോ ദിസ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ഗീവ്സ് ദ ഡയറക്ഷൻ ഓഫ് ഇനിഷ്യൽ വെലോസിറ്റി, അല്ലെ യു എന്ന് പറയണ ഇനിഷ്യൽ വെലോസിറ്റിയിൽ ഇത് മൂവ് ചെയ്യുമ്പം അത് ഉണ്ടാക്കുന്ന ആംഗിളാണ് ദിസ് ആംഗിൾ ദാറ്റ് ഈസ് കോൾഡ് തീറ്റ. അങ്ങനെയെങ്കിൽ ഇതായിരിക്കുമല്ലോ ഇത് വരുത്തുന്ന മാക്സിമം ഹൈറ്റ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരു പോയിന്റിൽ ഏറ്റവും കൂടുതൽ ഹൈറ്റിൽ അതെത്തും. സോ ദാറ്റ് ഈസ് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദ പ്രൊജക്റ്റൈൽ ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ക്യാപിറ്റൽ എച്ച്. അപ്പം എന്നാണ് നമ്മൾ പറഞ്ഞത്? യു എന്ന് പറഞ്ഞാൽ എന്നാണ്? ഇനിഷ്യൽ, പറയൂ കുട്ടികളെ, റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. ഇനിഷ്യൽ വെലോസിറ്റി ഓഫ് ദ പ്രൊജക്റ്റൈൽ. വെലോസിറ്റി ഓഫ് ദ പ്രൊജക്റ്റൈൽ എന്ന് പറഞ്ഞു. ആ എറിയുന്ന വസ്തുവിനെ വിളിക്കുന്ന പേരാണ് പ്രൊജക്റ്റൈൽ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്നാണ്? ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ. വാക്കുകളൊക്കെ ശ്രദ്ധിച്ചോണം. ആംഗിൾ ഓഫ് പ്രൊജക്റ്റൈൽ അല്ല, പ്രൊജക്ഷൻ. അങ്ങനെയെങ്കിൽ ഞാനിത് അറ്റൈൻ ചെയ്യാൻ പോകുന്ന മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വുഡ് ലൈക്ക് ടു ഫൈൻഡ് ഔട്ട് ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ ദിസ് പ്രൊജക്റ്റൈൽ. മാക്സിമം ഹൈറ്റ് എത്രയാണെന്ന് നമ്മളിവിടെ അടയാളപ്പെടുത്തിയത്? എച്ച് അല്ലേ? സോ ദ മാക്സിമം ഹൈറ്റ് എച്ച് എത്രയാണെന്ന് ഒരു ഇക്വേഷനിലെ ഫോർമുല ഡെറൈവ് ചെയ്ത് കണ്ടുപിടിക്കണം. വളരെ എളുപ്പമാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഈ പ്രൊജക്റ്റൈലിനെ ഇങ്ങനെ പോകുന്ന ഈ യു എന്ന് പറയുന്ന വെക്ടറിനെ കഴിഞ്ഞ ദിവസം ഞാൻ സൈൻ തീറ്റ എന്നും കോസ് തീറ്റ എന്നും പറയുന്ന ടേമിലേക്ക് മാറ്റാൻ നിങ്ങളെ പഠിപ്പിച്ചില്ലേ? പഠിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എക്സ് ആക്സിസ് ഗീവ്സ് ദ യു കോസ് തീറ്റ കമ്പോണൻറ്റ്, വൈ ആക്സിസ് ഗീവ്സ് ദ യു സൈൻ തീറ്റ കമ്പോണൻറ്റ്. അത് നമുക്കറിയാം. അപ്പം
ഇത്രയും വാല്യൂ എന്ന് പറയുന്നത് ഇനിഷ്യൽ വെലോസിറ്റി യു ആണെങ്കിൽ യു സൈൻ തീറ്റ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് യു കോസ് തീറ്റ ആയിരിക്കും. അപ്പൊ ഞാൻ റീപ്ലേസ് ചെയ്ത് ഇനിഷ്യൽ വെലോസിറ്റി ആയിരുന്ന യുവിന് പകരം ഈ വശത്തേക്ക് എക്സ് ആക്സിസിലേക്കാണ് ഇതിന്റെ പ്രൊജക്ഷൻ. എക്സ് ആക്സിസിലേക്ക് പ്രൊജക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ എക്സിന്റെ കമ്പോണന്റ് ഞാൻ എടുത്ത്, സോ യു ഈസ് ഈക്വൽ ടു യു, ഇവിടെ നമുക്ക് പ്രൊജക്ഷൻ ഹൈറ്റ് നമ്മൾ എങ്ങോട്ടാണ് എടുക്കുന്നത്? മുകളിലേക്കാണ് എടുക്കുന്നത് അല്ലേ? തെറ്റിപ്പോയി. ഇങ്ങോട്ട് ഡിസ്റ്റൻസ് മാക്സിമം റേഞ്ച് ആണ് എടുക്കുന്നത്. ഹൈറ്റ് എടുക്കുമ്പം എങ്ങോട്ടാണ് വരുന്നത്? മുകളിലോട്ടാണ് വരുന്നത്. സോ വൈ ആക്സിസിന്റെ കമ്പോണന്റ് വേണം എടുക്കാൻ. അപ്പം വൈ ആക്സിസിന്റെ യു എന്ന് പറഞ്ഞ വെക്ടറാണ്. അതിന്റെ വൈ ആക്സിസിന്റെ കമ്പോണന്റ് വാല്യൂ എത്രയായിരിക്കും? യു ഈസ് ഈക്വൽ ടു വൈ ആക്സിസ് കമ്പോണന്റ് അല്ലെങ്കിൽ ഹൈറ്റ് എച്ച്, മുകളിലേക്കാണ് എച്ച് മെഷർ ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ മുകളിലേക്കുള്ള യു എന്ന് പറയുന്ന ഇനിഷ്യൽ വെലോസിറ്റി ആണെങ്കിൽ അതിന്റെ വെക്ടർ കമ്പോണന്റ് എത്രയായിരിക്കും? ഈ വാല്യൂ യു ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. കോസ് തീറ്റ അല്ലായിരുന്നു ഇവിടെ കൊടുക്കേണ്ടത്. കോസ് തീറ്റ വന്നിട്ട് ഞാൻ പറഞ്ഞോളാം. യു ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ എന്ന് വെച്ചു. ഇനി ഞാൻ ചോദിക്കുവാണ്, ആക്സലറേഷൻ എന്ന് പറയുന്നത് ഒൺലി ദ ഇൻഫ്ലുവൻസ് ഓഫ് ജി എന്നല്ലേ ഞാൻ പറഞ്ഞത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസിൽ മാത്രം ഒരു വസ്തുവിനെ എറിയുവാണെങ്കിൽ ആ മോഷനെയാണ് പ്രൊജക്റ്റൈൽ മോഷൻ എന്ന് പറയുന്നതെങ്കിൽ ആക്സലറേഷൻ എനിക്ക് ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇനി എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ വസ്തു മുകളിലേക്കാണ് എറിയുന്നതെങ്കിൽ ജി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ്. വെരി ഗുഡ്. ജിയുടെ വാല്യൂ നെഗറ്റീവ് ആയി. അപ്പൊ ആക്സലറേഷൻ എന്ന് പറയുന്നത് മൈനസ് ജി ആയി. എങ്കിൽ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നമ്മളുടെ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇല്ലേ? ഓർക്കുന്നുണ്ടല്ലോ? ഇക്വേഷൻ ഓഫ് മോഷനിലെ ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ. വി സ്ക്വയർ ഈസ് ഈക്വൽ ടു, നമ്മൾ വി സീറോ സ്ക്വയർ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ യു എഴുതിയുകൊണ്ട് യു സ്ക്വയർ പ്ലസ് 2as എന്ന് എഴുതി. വി എന്ന് പറഞ്ഞാൽ എത്രയാണ്? വി എന്ന് പറഞ്ഞാൽ എന്നാണ്? ഫൈനൽ വെലോസിറ്റി ആണല്ലോ. അപ്പൊ ഫൈനൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റ് ചെല്ലുമ്പോഴാണ്? ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ചെല്ലുമ്പോഴ അല്ലേ? ക്യാപിറ്റൽ എച്ച് എന്ന് പറയുന്ന ഈ പോയിന്റിലെ വെലോസിറ്റി എത്രയായിരിക്കും കുട്ടികളെ? ഈ പോയിന്റിലെ ഫൈനൽ വെലോസിറ്റി 0 ആയിരിക്കും. ശരിയല്ലേ? എന്നാലല്ലേ പിന്നെ അവിടുന്ന് അത് താഴത്തേക്ക് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് വീഴാൻ തുടങ്ങുള്ളൂ. ഇവിടെ വെലോസിറ്റി ഉണ്ടെങ്കിൽ എന്നാ പറ്റും? പിന്നെ അത് മുകളിലോട്ട് പൊക്കോണ്ടിരിക്കും. ഞാൻ പറഞ്ഞ നന്നായിട്ട് ശ്രദ്ധിക്കണം. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, എച്ച് എന്ന് പറയണ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോഴുള്ള വെലോസിറ്റി. എച്ച് എന്ന് പറയണ മാക്സിമം ഹൈറ്റിൽ ചെല്ലുമ്പോൾ പിന്നെ കല്ല് എന്നാ ചെയ്യുന്നത്? നേരെ ജിയുടെ ഇൻഫ്ലുവൻസിൽ താഴോട്ട് വീഴുക. അങ്ങനെയെങ്കിൽ ഒരു പ്രോബ്ലം ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ ചെയ്യിപ്പിച്ച ഏറ്റവും മുകളിലത്തെ ഹൈറ്റിൽ ചെല്ലുമ്പോൾ വെലോസിറ്റി എത്രയാണ്? 0. മനസ്സിലായോ? ആ പോയിന്റ് വിയുടെ വാല്യൂ എത്രയായി? 0 ആയി. ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി സ്ക്വയർ എന്ന് പറയുന്നത് 0 ആയി. യു സ്ക്വയർ എന്ന് പറയുമ്പം യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു എക്ക് വരാനാന്ന് ഞാൻ പറഞ്ഞേ മൈനസ് ജി എച്ച്. ടോട്ടൽ ഡിസ്റ്റൻസ് അല്ല ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ് കവർ ചെയ്യണത്? ക്യാപിറ്റൽ എച്ച്. ശരിയല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ മൈനസ് 2gh. 2gh ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു മൈനസ് കളയാൻ വേണ്ടി. 2gh ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ. അതിനകത്ത് എനിക്ക് എച്ച് കിട്ടൂലോ. എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡെറിവേഷൻ മനസ്സിലായോ? ഒന്നുകൂടെ പറയട്ടെ. ആദ്യം നമ്മൾ ഒരു പ്രൊജക്റ്റൈൽ മോഷൻ കൺസിഡർ ചെയ്യുന്നു.
പ്രൊജക്റ്റൈൽ മോഷനിലെ ആദ്യം കണ്ടുപിടിക്കാൻ പോകുന്നത് മാക്സിമം ഹൈറ്റ് എത്ര പോകുന്നു, എത്ര ഉയരം വരെ പൊക്കത്തിലോട്ടേക്ക് പോകും. ഏറ്റവും മുകളിലത്തെ പോയിന്റ് ചെല്ലുമ്പോൾ അറിയേണ്ടത് അവിടുത്തെ വെലോസിറ്റി 0 ആയിട്ടാണ് പിന്നെ അത് താഴേക്ക് വീഴാൻ തുടങ്ങുന്നത് ബൈ ദ ഇൻഫ്ലുവൻസ് ഓഫ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഇപ്പൊ തീറ്റ ആംഗിളിൽ ഇവിടെ എറിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എക്സ് കമ്പോണന്റ് യു കോസ് തീറ്റയും വൈ കമ്പോണന്റ് യു സൈൻ തീറ്റ ആണെന്നും ഞാൻ പറഞ്ഞു തന്നായിരുന്നു. അപ്പൊ മുകളിലേക്ക് എറിയുന്നത് കൊണ്ട് വെർട്ടിക്കൽ ഹൈറ്റ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത് ഉള്ളത് കൊണ്ട് യു സൈൻ തീറ്റ വേണം എടുക്കാൻ. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഒന്ന് തിരിഞ്ഞായിരുന്നു, മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകല്. യു സൈൻ തീറ്റ ആണ് യു. വി എത്ര കിട്ടി? 0 ആണ്. മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? അവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് കണ്ടുപിടിക്കുക. അപ്പൊ ഇവിടം വരെയുള്ള ഡിസ്പ്ലേസ്മെന്റ് എത്രയാണ്? ഇവിടെ നിന്നുള്ള വെർട്ടിക്കൽ ദൂരം അങ്ങ് എടുത്താൽ മതി. അതെന്ന് പറയണത് എച്ച് ആണ്. ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദാറ്റ് 2 പോയിന്റ്. അത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുക്കുന്ന ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് എച്ച് ആയി. ഇനി ആക്സലറേഷൻ എന്ന് പറയുന്നത് എന്നാന്ന് ഞാൻ പറഞ്ഞത്? ആക്സലറേഷൻ എന്ന് പറയുന്നത് ഭൂമിയുടെ ഗ്രാവിറ്റി മാത്രമുള്ളതുകൊണ്ട് ജി ആണ്. പക്ഷേ ഒരു വസ്തു മുകളിലേക്ക് എറിയുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നെഗറ്റീവ് സൈനാണ്. ഈ വാല്യൂ എല്ലാം കൂടെ നമ്മൾ ഇക്വേഷനോട്ട് കൊടുത്തു കഴിയുമ്പം 0 ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ ഹോൾ സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു മൈനസ് ജി ഇൻറ്റു എച്ച്. ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം ദ മാക്സിമം ഹൈറ്റ് അറ്റൈൻഡ് ബൈ എ പ്രൊജക്റ്റൈൽ, ദാറ്റ് വാല്യൂ എച്ച് ഈസ് ഈക്വൽ ടു യു സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു ജി ഓർ 2 ഇൻറ്റു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ അല്ലേ? സംശയം വല്ലതും? വരച്ച് വൃത്തിയായിട്ട് ഓരോ ടേമുകളും എങ്ങനെയാണെന്ന് മനസ്സിലാക്കി എഴുതിയിടണം കേട്ടോ. യു സൈൻ തീറ്റ വൈ കമ്പോണന്റ് എടുത്തത് കൊണ്ട് ഫൈനൽ വെലോസിറ്റി ഏറ്റവും മുകളിൽ ചെല്ലുമ്പം വെലോസിറ്റി 0 ആകും. അങ്ങനെ ഓരോ പോയിന്റിന്റെയും കാരണം എഴുതിയിട്ട് നോട്ടാക്കി എഴുതിയെടുത്തിട്ട് പെട്ടെന്ന് ഗ്രൂപ്പിലോട്ട് അയച്ചേ. ഒരു വസ്തുവിനെ നമ്മൾ സ്പേസിലേക്ക് അല്ലെ മുകളിലോട്ട് എറിഞ്ഞാലല്ലേ അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് താഴെ വരുവുള്ളൂ. അപ്പൊ ഡെഫിനിഷൻ എഴുതുമ്പോൾ അതും കൂടെ എഴുതണ്ടേ. എനി ഒബ്ജെക്ട് which thrown to space. Very good. Which thrown to space and its motion is only influenced by the gravitational force. Such motion is known as projectile motion. ഇനി രണ്ടാമത് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്, ഇപ്പം നമ്മൾ പറഞ്ഞ് ഇവിടെ നിന്ന് ഇത് മൂവ് ചെയ്ത് ഇതിലേ പോയി ഇവിടെ വന്ന് വീഴുന്ന ഒരു നേരം ഉണ്ടല്ലോ, എത്ര സമയം എടുക്കും? സോ ദാറ്റ് ഹെഡിങ് ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി. ടൈം ഓഫ് ഫ്ലൈറ്റ് ക്യാപിറ്റൽ ടി. മുമ്പേ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്കല്ലേ എറിയുന്നത് അല്ലേ? മുകളിലേക്ക് എറിഞ്ഞിട്ടാണ് ഈ വസ്തു താഴേക്ക് വരുന്നത്. സോ യുവിന് പകരം നമുക്ക് എന്നാന്ന് എടുക്കാം? യുവിന് പകരം എന്നാന്ന് എടുക്കാം? യുവിന് പകരം ഒരു ഇനിഷ്യൽ വെലോസിറ്റിയുടെ ടേമിൽ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാം? ഇൻ ടേം ഓഫ് സൈൻ തീറ്റ അല്ലെങ്കിൽ യു ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. ഇനിയും സംശയം ഉണ്ടോ? ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ്, വീന്ന് ആരോ പറയുന്ന പോലെ അവസാനം വന്ന് വീഴുന്ന വി എവിടെ നിൽക്കട്ടെ, വിയുടെ കാര്യമല്ല നമ്മളിപ്പോൾ പറഞ്ഞത്. യു എത്രയാണെന്ന് എടുത്തു? യു ഈസ് ഈക്വൽ ടു യു സൈൻ തീറ്റ. തെറ്റൊന്നുമില്ലല്ലോ. സമയം ടി തന്നെയാണെന്ന് ഇരിക്കട്ടെ. ആക്സിലറേഷൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ബോഡി മുകളിലേക്കാണ് എറിയുന്നത്. ഇവിടെ നിന്ന് താഴത്തോട്ട് വീഴുമ്പം ഭൂമിയുടെ ഇൻഫ്ലുവൻസേ ഉള്ളൂ. അപ്പം അതിന് മുമ്പുള്ള കേസിൽ നമ്മൾ മൈനസ് ജി എന്ന് എടുത്തു. അത് തന്നെ ഇവിടെ എടുത്തു. എന്നാക്കി എടുത്ത് യുവിന് പകരം യു സൈൻ തീറ്റ, ടിക്ക് പകരം ടി എന്ന് തന്നെ എടുത്ത്, എക്ക് പകരം മൈനസ് ജി എന്ന് എടുത്തു.
ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? അല്ലെങ്കിൽ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് അതല്ലേ നമ്മൾ എടുക്കണ്ടേ? ഇവിടെ നിന്ന് എറിഞ്ഞാൽ പൊങ്ങിപ്പോയി ഇവിടെ തന്നെ തിരിച്ചു വന്ന് വീഴും. അപ്പൊ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എത്രയായിരിക്കും? 0. വെരി ഗുഡ്. ഹൊറിസോണ്ടൽ ഡിസ്പ്ലേസ്മെന്റ് അതിനുണ്ടല്ലേ, ഇവിടം വരെയും പോകും. വെർട്ടിക്കലായിട്ട് അത് എവിടെയെങ്കിലും പോയോ? ഇല്ല. ഭൂമിയിൽ നിന്ന് എറിഞ്ഞാൽ ഭൂമി തന്നെ വന്ന് വീണു. സോ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു 0. എന്നാൽ ഇതെല്ലാം ചേർത്തിട്ടുള്ള ഇക്വേഷൻ ഓഫ് മോഷൻ ഏതാണ്? എസ് ഈക്വൽ ടു U square plus 2as. ശരി, എസ്ഒ എസ് ഈക്വൽ ടു ut plus half at square. ut plus half at square. Very good. That is equal to u sin theta into t plus half into minus g into t square. ശരിയല്ലേ? എസ് എത്രയാണ്? 0. That is equal to u sin theta into t. ഇതിന് എങ്ങും ഉണ്ടാകാലോ, മൈനസ് കളയാം, ഹാഫ് ജി ടി സ്ക്വയർ. ഈ ടീനെയും വെട്ടിക്കളയാം. സോ ടി ഇസ് ഈക്വൽ ടു 2 മോളിൽ പോവും, 2u sin theta ഡിവൈഡഡ് ബൈ ജി. എന്നെ എളുപ്പമാണ് നോക്കി. മനസ്സിലായോ? വളരെ സിമ്പിളാ കുട്ടികളെ, ഒന്നും ചെയ്യാനോ പഠിക്കാനോ ഇല്ല, നമ്മൾക്ക് ഒരു ഐഡിയ മതി. ഇക്വേഷൻ പഠിക്കണം വെച്ചാൽ പ്രോബ്ലം ചോദിച്ചു കഴിഞ്ഞാൽ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യാതെ പോയി കഴിഞ്ഞാൽ ഇത് മുഴുവൻ അവിടെയും തെളിയിച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞൊരു ചോദ്യം വരും, ഒരാളിങ്ങനെ ഒരു സാധനം എറിഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതിന്റെ മോഷൻ എന്താണ്? ഓപ്ഷൻ എ പ്രൊജക്ടൈൽ മോഷൻ. ഓപ്ഷൻ ബി ആയിട്ട് അത് ഏത് ആംഗിളിൽ എറിയുമ്പോഴാണ് മാക്സിമം ദൂരം ചെല്ലുന്നത്, അതിന്റെ ഉത്തരം 45 ഡിഗ്രി. ഓപ്ഷൻ സി ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം തെളിയിക്കാൻ ചോദിക്കും. ആദ്യം നമ്മൾ മാക്സിമം ഹൈറ്റ് അറ്റൈൻ ചെയ്യുന്നത് ഞാൻ കൃത്യമായി പറഞ്ഞു തന്നു. ഇപ്പൊ ടൈം ഓഫ് ഫ്ലൈറ്റ് പറഞ്ഞു തന്നു. യു മുകളിലേക്കുള്ള എടുത്തു യു സൈൻ തീറ്റ, സമയത്തിന് ടി എന്നെടുത്തു. ആക്സലറേഷനെ നമ്മൾ ഈ പറയുന്നത് പോലെ വെർട്ടിക്കൽ മുകളിലോട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് വെച്ചാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ വെർട്ടിക്കലിൽ മുകളിലോട്ട് എറിയുമ്പം ആക്സലറേഷൻ -g ആണ്. അതുപോലെ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. എറിഞ്ഞെടുത്ത് ഭൂമിയിൽ നിന്ന് എറിയുന്നെങ്കിൽ ഭൂമിയിൽ തന്നെ കല്ല് തിരിച്ചു വീഴും. സോ എസിലോട്ട് ഇത് കൊടുത്തു കഴിയുമ്പോൾ ടി ഇസ് ഈക്വൽ ടു 2u sin theta ഡിവൈഡഡ് ബൈ ജി എന്ന് കിട്ടും. ക്ലിയർ? ഇസ് ഇറ്റ് ഫൈൻ? സംശയം വല്ലോ? മുമ്പേ എഴുതിയ നെക്സ്റ്റ് എന്ന് പറയണത് ഇത് ഇവിടുന്ന് ഇവിടം വരെയും പോകുന്ന മാക്സിമം ദൂരം എത്രയാണ്? അതാണ് ഇപ്പം നമ്മൾ കണ്ട ചോദ്യത്തിൽ കിടക്കുന്ന അടുത്ത ഡെറിവേഷൻ ചെയ്യാൻ. ദ മാക്സിമം ഹൊറിസോണ്ടൽ റേഞ്ച് എത്രയാണ് ഇത് കവർ ചെയ്യുന്നത്? അതല്ലേ അടുത്ത ചോദ്യം. അടുത്ത ചോദ്യം അതെ, അത് നമുക്ക് ഇവിടെ തന്നെ പ്രൂവ് ചെയ്യാൻ വെച്ചാൽ നമുക്ക് പല ക്വാണ്ടിറ്റി ഇവിടെ തന്നെ എടുക്കാനുള്ള, ഇത്രയും സ്ഥലത്തങ്ങ് പ്രൂവ് ചെയ്യാം. അപ്പം മാക്സിമം ദൂരം എത്ര പോകും, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റേഞ്ച് എഴുതുന്നത് ക്യാപിറ്റൽ ആർ. ശ്രദ്ധിച്ചിരി, ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ ആർ. അപ്പം ഹൊറിസോണ്ടൽ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇത് ഇവിടം മുതൽ ഇവിടം വരെയും എത്ര ദൂരം സഞ്ചരിക്കും, അതാണ് ക്യാപിറ്റൽ ആർ. ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെ എത്ര ദൂരം സഞ്ചരിക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം ആണല്ലേ? ശരിയല്ലേ? വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ഡിവൈഡഡ് ബൈ ടൈം. എന്നാൽ ആകെ ഡിസ്പ്ലേസ്മെന്റ് എത്രയാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചാൽ മതി. ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. ശരിയല്ലേ? ഇനി വെലോസിറ്റിയുടെ ഏത് കമ്പൗണ്ട് എടുക്കണം? ഇങ്ങോട്ടാണ് അളക്കേണ്ടതെങ്കിൽ യുവിന് പകരം എന്നെ എടുക്കണം.
യുവിന് പകരം എന്തെടുക്കണം? യു കോസ് തീറ്റ. വെരി ഗുഡ്. കോസ് തീറ്റയാടോ, ഈ വാക്സിലോട്ടുള്ള ദൂരമല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? അപ്പൊ എക്സ് കമ്പോണന്റ് അല്ലേ? ഇങ്ങനെ ഒരു വെക്ടർ വരച്ചാൽ അതിന്റെ എക്സ് കമ്പോണന്റ് എപ്പോഴും എത്രയായിരിക്കും? യു കോസ് തീറ്റ. വൈ കമ്പോണന്റ് ആണ് യു സൈൻ. അപ്പൊ യു കിട്ടി, അല്ലെങ്കിൽ വെലോസിറ്റി കിട്ടി, യു കോസ് തീറ്റ എന്ന്. ടൈമിന്റെ ഇക്വേഷൻ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചിട്ടില്ലേ? ടിയുടെ വാല്യൂ എത്രയാ? ടൈം എത്രയാ അവിടം വരെ എടുക്കുന്നേ? ടൈം ഓഫ് ഫ്ലൈറ്റ് അല്ലായിരുന്നു അത്? അത് എത്രയാ? 2u sin theta divided by g. 2u sin theta divided by g. അങ്ങനെയെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടോട്ടൽ റേഞ്ച് എത്രയാണ്? യു കോസ് തീറ്റ ഇൻറ്റു 2u sin തീറ്റ ഡിവൈഡഡ് ബൈ ജി. ഓക്കെ, ഇനി 2 sin തീറ്റ കോസ് തീറ്റയ്ക്കുള്ള ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? 2 ഇൻറ്റു കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഇക്വേഷൻ അറിയാവോ? അത് സൈൻ 2 തീറ്റയുടെ ഇക്വേഷനാണ്. സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പൊ അതിന് പകരം എന്നാന്ന് കൊടുക്കാം? സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു യു ഇൻറ്റു, ഇവിടെ ഒരു യു ഓടെ ഉണ്ട്, യു ഉണ്ട്. അപ്പൊ യു സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ ഡിവൈഡഡ് ബൈ ജി. അതാണ് മാക്സിമം റേഞ്ച്. ഇത്രയേ ഉള്ളൂ ഡെറിവേഷൻ. ശരി, എന്നാണ്? ഒന്നും ചെയ്യാനില്ല. വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അതിനകത്ത് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി ഇൻറ്റു ടൈം. വെലോസിറ്റി എക്സ് കമ്പൗണ്ട് ആയതുകൊണ്ട് യു കോസ് തീറ്റ എന്ന് എടുക്കുക. ടൈമിന്റെ ഇക്വേഷൻ അറിയാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഉത്തരം കണ്ടുപിടിക്കുക. ഇനി എൻ്റെ ചോദ്യം, മാക്സിമം ആർ എത്ര കിട്ടും? മാക്സിമം ആറിന്റെ വാല്യൂ എന്ന് പറയുന്നത് യു സ്ക്വയർ ബൈ ജി ആ അല്ലേ? ഇതൊരു ആംഗിൾ ആകുമ്പോഴത്തേന് സൈൻ 2 തീറ്റ 1 പറഞ്ഞ കേസിലല്ലേ ഏറ്റവും കൂടുതൽ വാല്യൂ തന്നെ അല്ലേ? സൈൻ്റെ ഏറ്റവും കുറവ് വാല്യൂ 0, സൈൻ 90 ഏറ്റവും കൂടുതൽ വരുന്നത് 1. അപ്പം മാക്സിമം റേഞ്ച് എന്ന് പറയുന്നത് എത്ര ദൂരം വരെയും ഒരു പ്രൊജക്റ്റൈൽ പോകും എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ഉത്തരമാണ്. വേണേ അടുത്ത വർഷം ഇത് ചോദിക്കാം, ഒരു പ്രൊജക്റ്റൈൽ മാക്സിമം എത്ര പോകും? യു സ്ക്വയർ ബൈ ജി. അത് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ദാ ടൈം ഓഫ് ഫ്ലൈറ്റ് പ്രൂവ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ പ്രൂവ് ചെയ്ത് ഇവിടെ വന്നു. ഇനി അതിന്റെ ആംഗിൾ എത്രയാണ്? സൈൻ 2 തീറ്റ എന്ന് പറയുന്നത് 90 ആംഗിളാണ് മാക്സിമം എങ്കിൽ തീറ്റയുടെ വാല്യൂ എത്രയാണ്? 45 ഡിഗ്രി അല്ലേ? 2 തീറ്റ 90 ആംഗിളാണ്. സൈൻ 2 തീറ്റ 1 ആകുന്നത് എപ്പോഴാണ്? തീറ്റ 90 ആംഗിളാണ്. അങ്ങനെയെങ്കിൽ സൈൻ 2 തീറ്റ 90 ആംഗിളാണ് 1 ആകുന്നതെങ്കിൽ തീറ്റ എത്രയായിരിക്കും? 45 ഡിഗ്രി. അതുകൊണ്ട് 45 ഡിഗ്രിയിൽ ഈ പ്രൊജക്റ്റൈലിനെ എറിഞ്ഞാലാണ് അത് ഏറ്റവും കൂടുതൽ റേഞ്ച് അറ്റൈൻ ചെയ്യുന്നത്. ദ മാക്സിമം റേഞ്ച് അറ്റൈൻ ചെയ്യുന്നതിന്റെ വാല്യൂ ആണ് യു സ്ക്വയർ ബൈ ജി. മനസ്സിലായോ? വെൻ തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. നല്ല ചോദ്യമല്ലേ ചോദിക്കാൻ? ഒരു പ്രൊജക്റ്റൈൽ എറിയുന്നു, അതിന്റെ ഷേപ്പ് എന്നാണ്? പരാബോള. അത് മാക്സിമം എത്ര ദൂരം വരെയും പോകാം. അതാണ് ഇപ്പൊ പറഞ്ഞ റേഞ്ച് യു സ്ക്വയർ ബൈ ജി. പ്രൂവ് ചെയ്യുക. അല്ലെ ഏത് ആംഗിളിലാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ എഴുതി വന്ന് സൈൻ 2 തീറ്റയുടെ ടേം വന്നം അത് 1 ആവണം. യു സ്ക്വയർ ബൈ ജി മാത്രമാവണം. യു സ്ക്വയർ ബൈ ജി മാത്രമാകണമെങ്കിൽ സൈൻ 2 തീറ്റ എന്ന് പറയുന്ന 90, സൈൻ 2 തീറ്റ 1 ആകണം. 2 തീറ്റ എന്ന് പറഞ്ഞ ആംഗിൾ സൈൻ്റെ 1 ആണെങ്കിൽ 2 തീറ്റ 90 വരുമ്പോഴാണ് സൈൻ ഓഫ് 90 ആണ് 1. അപ്പൊ 2 തീറ്റ 90 ആയി. അപ്പൊ തീറ്റ എന്ന് പറഞ്ഞത് 90/2. തീറ്റ ഈസ് ഈക്വൽ ടു 45 ഡിഗ്രി. അപ്പൊ ഒരു ജാവലിനാണേലും എന്താണേലും ഏറ്റവും കൂടുതൽ ദൂരം പോകണമെങ്കിൽ എത്ര ഡിഗ്രിയിൽ എറിയണം? അർത്തി 45 ഡിഗ്രിയിൽ എറിയണം. മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ കണ്ടായിരുന്നോ സെയുടെ ചോദ്യ പേപ്പറിലെ ചോദ്യം? 4 മാർക്കിന്റെ ചോദ്യമാണ് കവർ ചെയ്തത്. എന്തെങ്കിലും സംശയമുണ്ടോ?
ഇല്ല. എന്നാ പെട്ടെന്ന് എഴുതിയെടുത്തേ. ചോദ്യം എഴുതിക്കോ. വളരെ സിമ്പിൾ ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 1. A body is projected with a velocity പ്രൊജക്റ്റഡ് എന്ന് പറയുമ്പോൾ പ്രൊജക്റ്റൈൽ മോഷൻ ഈ ചാപ്റ്റർ ആണെന്ന് ഓർക്കണം കേട്ടോ. $40 m/s. And the angle of projection is 30 degree. A. Calculate the maximum height. B. Calculate the time of flight. C. Calculate the maximum range. R. ഇത് മൂന്നും കണ്ടുപിടിക്കും. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളുടെ ഇക്വേഷനിലെ u എന്ന് പറയുന്നത് 40ഉം നമ്മളുടെ എല്ലാ ഇക്വേഷനിലെയും തീറ്റ എന്ന് പറയുന്നത് 30ഉമായിരിക്കും. ജിയുടെ വാല്യൂ എല്ലാത്തിലും 9.82 ആയിരിക്കും. ഇത് മൂന്നും മാത്രമേ എല്ലാ ഇക്വേഷനിലും വരുന്നുള്ളൂ. എച്ചിന്റെ ഇക്വേഷൻ ആണ് u² sin² θ ഡിവൈഡ് ബൈ 2g. ടൈം ഓഫ് ഫ്ലൈറ്റ് 2u sin θ ബൈ g. r ഈസ് ഈക്വൽ ടു u² sin 2θ ബൈ g. 3 ഇക്വേഷനും അടുത്ത ക്ലാസ്സിൽ ബൈ ഹാർട്ട് ആയിരിക്കണം. തന്നിരിക്കുന്ന 2 ചോദ്യങ്ങൾ ഇപ്പോൾ 2 പ്രാവശ്യം അതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് എനിക്ക് എഴുതി അയക്കണം. അടുത്ത ക്ലാസ്സിൽ വരുമ്പം ഈ ഹോംവർക്ക് ചെയ്തു എന്ന് പറഞ്ഞു. ഓക്കെ.